ഡാനിഷ് ഡാനിഷ് വോട്ട് ചെയ്യാൻ പോകുമ്പം ഇപ്പം 10 വർഷം വികസനമാണ് ഇടത് സർക്കാർ 10 വർഷം ഭരിച്ച ഇടത് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് നോക്കൂ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആരാണെങ്കിലും ശരി, പഴയ ചരിത്രം, അന്ന് ഇവർ അങ്ങനെ ചെയ്തില്ലേ, അന്ന് അവരുടെ കൂടെ സഖ്യം ചേർന്നില്ല, ആ കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ഇപ്പം ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പരാജയപ്പെട്ടു. ഇന്നത്തെ കാര്യം സംസാരിക്കുന്നില്ല, നാളത്തെ കുട്ടികൾക്ക് വേണ്ടി, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒന്നും ആ രീതിയിൽ ഒരു ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഡാനിഷിന്? അങ്ങനെ ചർച്ചകൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചപ്പോഴും വേണ്ട രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പൂർണ്ണമായി ഞങ്ങൾ ജനസികൾ സംതൃപ്തരല്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. അതായത് ഞങ്ങളിപ്പോ എന്റെ ഒരു വീക്ഷണം കൊണ്ടെന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ നമ്മൾ അനുകൂലിക്കുന്നില്ല എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വ്യക്തികളെ നോക്കിയിട്ടാണ് കൂടുതൽ വോട്ടൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാർട്ടിയോടും മൊത്തമായിട്ട് എതിരല്ല, ഇപ്പൊ ഒരു മുന്നണിയോട് എതിരല്ല. അവർക്ക് നല്ല കാര്യങ്ങൾ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ പോരായ്മകളും നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അവരങ്ങനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ, അതായത് ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങൾക്ക് അപ്പുറം ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇരുമുന്നണികളിൽ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇന്ത്യയിൽ നേരിടുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക് പ്രത്യേക ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജീവിത നിലവാര പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഒരു പരിധിവരെ വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ സർക്കാരിന്, ഞാൻ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എടുത്ത് പറയുകയല്ല, നമ്മുടെ ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.